എടത്തൂര് മുംബൈയിലാണെങ്കിൽ ജോലിക്കാരുടെ ചതിയെ സ്റ്റാലിനെ അറിയിക്കുകയാണ് അലീന എന്ന് കാണാനായിട്ട് കഴിയും. ഇനി സ്റ്റാലിൻ്റെ വലിയ ബംഗ്ലാവിൽ അലീനയുടെ ഭരണമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് ഔദക്കുട്ടിയും സ്റ്റാലിയുടെ അപ്പനും അലീനയെ അംഗീകരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക, സാധിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔദക്കുട്ടി അലീനയെ കണ്ടതും കണ്ണു മിഴിച്ച് കണ്ണു തള്ളി ഞെട്ടി നിൽക്കുകയാണ്. അലീനയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ചെന്ന ആൾ അലീനയെ നീ ഇവിടെ തന്നെ നിർത്തണം, അലീനയെ എവിടേക്കും പറഞ്ഞു വിടണ്ട എന്ന് പറയുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തുന്നൊരു കാഴ്ച കാണാൻ കഴിയും, സാധിക്കും. തൻ്റെ അപ്പനും കൂടി തൻ്റെ പക്ഷത്തേക്ക് വന്നതോടെ അലീനയെ ഇനി തൻ്റെ മകളായിട്ട് എല്ലാവരുടെയും മുൻപിൽ പ്രഖ്യാപിക്കാനുള്ള സമയമാണ് എന്ന് സ്റ്റാൻലി മനസ്സിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ നമ്മുടെ ഔദക്കുട്ടി വല്യപ്പനോട് ചോദിക്കുകയാണ്, എന്നെ പുറത്താക്കാനായിട്ട് വന്നതാണോ വല്യപ്പ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയം ഔദക്കുട്ടിയാണെങ്കിൽ പറയാണ്, നിന്നെ പുറത്താക്കാനോ? നിന്നെ ആര് പുറത്താക്കാൻ വന്നു? നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അല്ല, ഡ്രൈവർ പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. അവനിച്ചിരി കൂടുന്നുണ്ട്, ഇവൻ കാരണമാണ് ഞാനിവിടം വരെ എത്തിയത് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ലാലിച്ചനോട്, അതായത് സ്റ്റാലിനോട് താൻ ആര് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത് എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും, സാധിക്കും. അപ്പോഴും നമ്മുടെ അലീനയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. ജോലിക്കാരുടെ തെറ്റുകളൊന്നും പറയുന്നില്ല എന്നും കാണാം. തുടർന്ന് അലീനയാണെങ്കിൽ വല്യപ്പച്ചൻ വന്നിട്ട് കുറച്ച് നേരമായില്ലേ, ഞാൻ വല്യപ്പച്ചന് ഇതുവരെയും കോഫിയോ ചായയോ ഒന്നും തന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ വല്യപ്പച്ചൻ എൻ്റെ കയ്യിൽ നിന്നും ചായ കുടിക്കാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വല്യപ്പച്ചന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഔദക്കുട്ടിക്ക് ചായ ഇട്ട് കൊടുക്കുകയാണ് അലീന എന്ന് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ ഔദക്കുട്ടി ആ ചായ കുടിക്കുകയും ആ ചായ ചിന്നമ്മ തൻ്റെ മരിച്ചുപോയ ഭാര്യ വെക്കുന്നത് പോലെയുണ്ടെന്നും അലീനയോട് പറയുകയാണ്. അതായത് നിൻ്റെ മുത്തശ്ശി എന്ന് എടുത്തു പറയുന്നു. നിനക്ക് നിൻ്റെ മുത്തശ്ശിയുടെ, അതായത് സ്റ്റാലിയുടെ അമ്മയുടെ അതേ മുഖച്ഛായയാണ് എന്നും നമ്മുടെ ഔദക്കുട്ടി അലീനയെ അറിയിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനായ ഔദക്കുട്ടിയോടും സ്റ്റാലിനോടും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. അതായത് വല്യപ്പച്ചൻ്റെ മുൻപിൽ അനാഥാലയത്തിലാണ് വളർന്നത് എന്നുള്ള കഥയൊക്കെ അലീന പറയുന്നുണ്ട്. വല്യപ്പച്ചൻ ആ കഥ കേട്ടിട്ട് വളരെയധികം സങ്കടമാകുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ വല്യപ്പച്ചനോടും സ്റ്റാലിയോടായ തൻ്റെ പപ്പയോടുമായിട്ട് പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് എന്ന് പറയുന്നു. ഈ വീട്ടിൽ ഒരു ചിട്ടയും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. പപ്പയുടെ ഇഷ്ടത്തിന് ഉണരുന്നു, ജോലിക്കാർ അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ചു വെക്കുന്നു, അത് ശരിയല്ല എന്ന് അലീന പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് ഔദക്കുട്ടി ചോദിക്കുന്നു. ഒപ്പം സ്റ്റാലിയും. ഇതേ സമയം വന്ന് കയറിയത് മുതലുള്ള ജോലിക്കാരുടെ പ്രവൃത്തിയും ജോലിക്കാർ ചെയ്യുന്ന കാര്യവും നമ്മുടെ അലീന ഔദക്കുട്ടിയെയും സ്റ്റാലിനെ അറിയിക്കുന്നു. പാവങ്ങളെ സഹായിക്കുന്നതിന് എനിക്ക് എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ എൻ്റെ പൈസ മുഴുവൻ
പാവപ്പെട്ടവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി ചെയ്ത ശമ്പളം മുഴുവൻ അനാഥാലയത്തിലേക്കാണ് അയച്ചു കൊണ്ടിരുന്നത് എന്ന് കരുതി ഞാൻ എൻ്റെ അച്ഛൻ്റെ 1 രൂപ പോലും അച്ഛനറിയാതെ എടുത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. പപ്പയറിഞ്ഞിട്ട് എന്തോരം സഹായം ചെയ്യുന്നതിലും എനിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പപ്പയറിയാതെ പപ്പയുടെ വീട്ടിൽ നിന്നും പപ്പ മേടിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് എനിക്ക് പിടിക്കാത്തതെന്ന് പറയുന്നു. കള്ളത്തരം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് കൂടെ അലീന കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ജോലിക്കാരെ എല്ലാവരെയും 6 മണിയാകുമ്പോഴേക്കും എഴുന്നേൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് പറയുന്നു. പപ്പയും വല്യപ്പച്ചനും എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. മോളെ, നീ ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിയായിരിക്കും അവർ എന്നെ വിളിച്ച് നിന്നെ ഓടിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാലിനും ഔതക്കുട്ടിയും വീട്ടിലുള്ള തൻ്റെ ജോലിക്കാരെ മുഴുവനും വിളിക്കുകയാണ് എന്ന് പറയുന്നു. വിളിച്ച് കൂട്ടിയതിന് ശേഷം നമ്മുടെ സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് എൻ്റെ മകളാണ് എന്ന് പറയുന്നു. ഇതേ സമയം ഔതക്കുട്ടിയും പറയുന്നുണ്ട്, ഇതെൻ്റെ പേരക്കുട്ടിയാണെന്ന്. നിങ്ങളുടെ പരിപാടിയൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. ഇനി ഇവളാണ് നിങ്ങളുടെ തലപ്പത്ത് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ മര്യാദയ്ക്ക് അനുസരിച്ചോളണമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഔതക്കുട്ടി പറയുന്നുണ്ട്, എടാ നീ എന്തിനാടാ എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുന്നു. വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നു. കൂടാതെ എൻ്റെ പേരക്കുട്ടിയെ പുറത്താക്കാനുള്ള നിങ്ങളുടെ വ്യഗ്രത അത് ഇനി ഒരിക്കലും നടക്കില്ല. ഇവളിവിടെ തന്നെ കാണും. നിങ്ങളുടെ കളിയും കള്ളത്തരങ്ങളും ചതിയുമൊക്കെ ഇവൾ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം. ഇനി നിങ്ങളെ പണിയെടുക്കാനായിട്ട് ഒരുങ്ങിക്കോ എന്ന് പറയുന്നു. ഇവിടെ ഏത് നേരവും തീറ്റയും ഉറക്കവും മാത്രമായിരുന്നില്ലേ എന്ന് ഔതക്കുട്ടി ജോലിക്കാരോട് പറയുകയാണ്. ഒപ്പം സ്റ്റാലിനും. ഇനി അലീന പറയുന്നതാണ് നിയമമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഇവൻ ഡ്രൈവറാണെങ്കിൽ അലീനയുടെ മുമ്പിൽ തല താഴ്ത്തി നാണം കെട്ട് നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്തായാലും അലീനയും വല്യപ്പച്ചനും സ്റ്റാലിയും എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും എസ്റ്റേറ്റൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നൊരു കാഴ്ചയും കാണാൻ കഴിയും. അലീനയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.